ഇന്ത്യയിലെ മൊത്തം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കണക്കെടുത്താൽ 2011 സെൻസസ് അനുസരിച്ച് 4.9 ലക്ഷമാണ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കണക്ക് ഇന്ത്യയിലുള്ളത്. 21 സെൻസസ് നടന്നില്ല, റിപ്പോർട്ട് വന്നില്ല. ഇപ്പോൾ 26 ഇപ്പോഴും സെൻസസ് നടക്കുന്നില്ല, റിപ്പോർട്ടില്ല. പക്ഷേ നരേന്ദ്രമോദി 2015 നമ്മുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ നടത്തിയ ഒരു പ്രസ്താവന അനുസരിച്ച് 20 ലക്ഷം ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെന്നാണ് അദ്ദേഹം 2015 പ്രഖ്യാപിച്ചത്. ഇന്ന് ആ എമൗണ്ട് ഞങ്ങളെപ്പോലുള്ള NGOസിൻ്റെ ഒരു ഷാഡോ റിപ്പോർട്ട് അനുസരിച്ച് അത് ഏതാണ്ട് 50 ലക്ഷത്തിന് മുകളിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഇന്ത്യയിലുണ്ടാവും. അപ്പം ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റി ആയിട്ടും ഇപ്പോഴും നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുന്നത് ട്രെയിനിൽ പിരിക്കാൻ വരുന്ന ആളുകളോ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നോ ഭയപ്പെടുത്തുന്ന ആളുകളെ. ഞാൻ സാധാരണ ഇങ്ങനെയുള്ള ആളുകളോട് പറയാറുള്ളത്, നിങ്ങൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ പോയി നോക്കുക. അവിടെയുള്ള തടവുകാരിൽ 99% ആളുകളും മലയാളം സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാ മലയാളികളും കുറ്റക്കാരാണ്, ജയിൽ പുള്ളികളാണെന്ന് നമ്മൾ പറയുമോ? ഇല്ല. എന്നാൽ അതേ സമയത്ത് നിങ്ങൾ കേരളത്തിൽ ഏത് ജയിലിൽ പോയിക്കോളും, ഒരു ട്രാൻസ്ജെൻഡറിനെ നിങ്ങൾക്ക് അവിടെ ജീവപര്യന്തം ശിക്ഷിച്ചിട്ടേക്കുന്ന കാണാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ചില റിമാൻഡ് കേസുകളൊക്കെ അല്ലാതെ ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങനെ ക്രിമിനൽസ്, മറിച്ച് ട്രാൻസ്ജെൻഡേഴ്സിനെ ആക്രമിച്ചവരും അവിടെ ഉണ്ട്. വളരെ കറക്റ്റ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ കേരളത്തിൽ ഒരു ജയിലിലും ജീവപര്യന്തത്തിനോ വധശിക്ഷയ്ക്കോ വിധിച്ചൊരു ട്രാൻസ്ജെൻഡറിനെ നമുക്ക് കാണാൻ പറ്റില്ല. എന്നാലും പൊതുസമൂഹം ട്രാൻസ്ജെൻഡർ ഭയങ്കര വയലൻ്റാണ്, അവർ ക്രിമിനാലിറ്റീസ് ഉള്ളവരാണ്, ആ സ്വഭാവം കാണിക്കുന്നവരാണ് എന്നൊരു തെറ്റ്. എന്തെന്ന് ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഭീകരമാണ് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ചിന്ത അത് വെച്ച് നോക്കുമ്പോൾ.